ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ട ഹങ്കാണ് വണ്ടി. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ നേരത്തേക്ക് വണ്ടി അന്യായ ഒരു ഏർപിടുത്തം മിസ്സിങ് പോലത്തെ ഒരു കംപ്ലയിൻ്റാണ്. അപ്പോൾ ആദ്യം ഇതിക്ക് കുറച്ച് ദിവസം മുമ്പ് നമുക്ക് അതിനകത്ത് ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾ ടാങ്ക് കഴിച്ച് ക്ലീൻ ചെയ്ത് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റിയിരുന്നതാണ്. റിപ്പീറ്റ് നമ്മൾ നോക്കുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ വീണ്ടും അഴിച്ചായിരുന്നു. നിലവിൽ വേറെ വെള്ളത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഒന്നും അല്ല. കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഈ വാക്യൂം പിസ്റ്റനൊക്കെ വർക്ക് ചെയ്യണ ഭാഗം കണ്ടോ, ഈ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാർബറേറ്റർ നല്ല രീതിയിൽ തേമാനുള്ളതാണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം, അത് കാർബറേറ്റർ ആ വാക്യൂം പിസ്റ്റൻ വർക്ക് ചെയ്യുന്ന ഭാഗമൊക്കെ നല്ല രീതിയിൽ ഔട്ടർ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കണേ. ഇപ്പോൾ നമ്മളിപ്പോൾ വാക്യൂം പിസ്റ്റൻ നോക്കുമ്പോൾ വാക്യൂം പിസ്റ്റൻ നിലവിലിവിടെ തേമാനം ഉണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പുതിയ വാക്യൂം പിസ്റ്റൻ ഇട്ടാലും നിലവിൽ അതുകൊണ്ട് വലിയ ഒരു മാറ്റമൊന്നും ഉണ്ടാവാൻ പോണില്ല. കാരണം ഈ വാക്യൂം പിസ്റ്റണിക്ക് മുമ്പുള്ള വാക്യൂം പിസ്റ്റൺ തേമാനം വന്നിട്ടോ. അപ്പോൾ ഈ തേമാനം വരെ ഇതും കാർബറേറ്ററും കൂടി ഒരുമിച്ച തേമാനം വരാം. പക്ഷേ കാർബറേറ്റർ അസംബ്ലി നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. ഏകദേശം ഒരു 5000 രൂപ 5500 രൂപയൊക്കെ കോസ്റ്റ് വില വന്ന സംഭവമാണത്. അപ്പോൾ നമ്മൾ പരമാവധി അത് ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമുക്കത് ഫുൾ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് റീസെറ്റ് ചെയ്തതാണ്. ഇപ്പോഴും നമുക്ക് ഒന്നും കൂടിയും ക്ലീനറൊക്കെ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടൊക്കെ റീസെറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും വ്യത്യാസം വന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഒന്നും ചെയ്യൽ നടക്കില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കുക, അതാണ് വേറെ മാറുകയുള്ളൂ. നമുക്ക് ചെയ്യണതിൻ്റെ പ്രോബ്ലം ഒന്നും അല്ലത്. കാരണം എന്താ വെച്ചാൽ കാർബറേറ്റർ അസംബ്ലിയുടെ പ്രശ്നമാണ്. നമ്മളത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് റീസെറ്റ് ചെയ്ത് കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും പ്രശ്നമാണെങ്കിൽ പിന്നെ നമ്മൾ ഇതുമിട്ട് ചെയ്യണതിൽ വലിയ കഥയില്ല കേട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം പഴക്കമുണ്ട് വണ്ടിക്ക്. ഒരു 10 വർഷത്തിന് മുകളിൽ എന്തെങ്കിലും ആയേക്കണമാണ്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലംസും കൂടി വരാറുണ്ട് സാധാരണ ഇതിൽ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ ജെറ്റ് ഇട്ടാണ്. എന്നാലും അതിൻ്റെ കറക്റ്റ് ആ ലെഗിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഒരു വൈറ്റ് കളറിൽ പൗഡർ പോലെ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൈമൊക്കെ ഏകണുണ്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷനാണത്. എത്തനോളാണ് കൂടുതൽ, 20% എത്തനോളാണ്. അപ്പോൾ അത് കാർബറേറ്റർ എന്ന് പറയുമ്പോൾ അലുമിനിയം ബോഡിയാണ്. അതുമായിട്ട് റിയാക്ഷൻ വന്നതാണ് ഈ പല കേസുകളിലും കംപ്ലയിൻറ്റ് വന്നതിൻ്റെ കാരണം. നമുക്ക് ഈ വണ്ടി മാത്രമൊന്നുമല്ല, ഒരുപാട് വണ്ടികൾക്ക് പ്രോബ്ലം ഉണ്ട്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് പുതിയ കാർബറേറ്റർ സെറ്റ് ചെയ്യുക. പുതിയ കാർബറേറ്റർ വെച്ചാലും ഇപ്പോഴത്തെ പെട്രോൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് വരാനുള്ള സാധ്യത ഇതായതുകൊണ്ടാണ് നമ്മൾ പരമാവധി പഴയ കാർബറേറ്ററിനെ മാക്സിമം ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ തവണയും നമുക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നോക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം. വേറെ വെള്ളത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. ടാങ്കിനകത്തോ അതിൻ്റെ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ക്ലീൻ ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ തന്നെ ടാങ്കിൻ്റെ മൗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിലൊന്നും വെള്ളത്തിൻ്റെ പ്രസൻസോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ പൈപ്പൊക്കെ ആയാലും നമ്മൾ ഇതിൻ്റെ എയർ പൈപ്പിൻ്റെ കേസ് അതൊക്കെ ആയാലും നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ അത് തന്നെയാണ് കംപ്ലയിൻറ്റ്. മോർണിംഗിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഓടിച്ചു നോക്കി, കംപ്ലയിൻ്റ് ഉണ്ട്, നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കണമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ഡിസ്കിൻ്റെ ഈ MC സബിൻ്റെ പഴക്കത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ലിവറേജ് കുറവാണ് കാണുന്നത്. ഫ്ലൂയിഡ് കുറവ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ടോപ്പപ്പ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ബ്രേക്ക് ലിവറേജ് ഒന്ന് കയറി വരികയോ ബ്രേക്ക് സാധാരണ പണ്ടത്തെ അവസ്ഥയിലേക്ക് പോവുകയോ ഉണ്ടാവില്ല. കാരണം അത് നമുക്ക് ഈ MC സബിൻ്റെ ഉള്ളിൽ തന്നെ പിസ്റ്റൺ യൂണിറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ചെറിയൊരു തേമാനം വന്നിട്ടുണ്ടാവും. ആ ഗ്യാപ്പ്, ആ വന്ന തേമാനത്തിൻ്റെ ലിവറേജ് കുറവ് ഈ പെഡലിൽ കാണിക്കും, ലിവറുമ്മ കാണിക്കും. നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലും ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ MC സബ് പുതിയത് മാറ്റിയതിന് ശേഷം ഇത് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ തുടക്കം ഒരല്പം കുറവാണെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് സാധാരണ പഴയ നമ്മൾ വണ്ടി എടുത്തപ്പോൾ ആ ലിവറേജിലേക്ക് കയറി വരും. ഇപ്പം നിലവിൽ ബ്രേക്ക് ഇല്ലായിക്കൊന്നുമില്ല. ഇപ്പോൾ ഫ്ലൂയിഡ് ലെവൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. കാരണം ഈ MC സബ്ബുമായിട്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ നല്ലത് അത് മാറ്റണതാണ് കേട്ടോ. അത് ജസ്റ്റ് ഇൻഫോം ചെയ്തെന്നുള്ളൂ. പിന്നെ ബാക്ക് ബ്രേക്കായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും കേസാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമുക്കിപ്പോൾ അതിന് കാർബറേറ്റർ ക്ലീനറൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കാർബറേറ്റർ മാറ്റുന്ന കേസൊന്ന് പരിഗണിക്കാം. ഓക്കെ.